ക്രിസ്തുമസിൻ്റെ സീസണാണ്. ഇപ്പോഴാണ് പാട്ടുകളൊക്കെ എഴുതി പ്രാക്ടീസ് ചെയ്തു വരുന്നത്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അങ്ങാടി എന്നൊക്കെ സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനങ്കിളിക്ക് ഈ പാട്ട് വളരെ ഫേമസ് ആയത്. അപ്പോൾ ഇതിൻ്റെ പാരഡി ബേസ് ചെയ്തുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്തായ ജോൺ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റിലാണ് മരിച്ചത്. ഈ പാട്ട് കേൾക്കുമ്പോൾ അദ്ദേഹത്തെ ഓർമ്മ വരാറ്. അദ്ദേഹത്തിൻ്റെ പാരഡിയായിട്ട് പാവാട വേണം എന്നുള്ള പാരഡിയായിട്ട് അദ്ദേഹം ഇറങ്ങി. ഭയങ്കര സർവ്വകലാവല്ലഭനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ സ്മരിക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. അദ്ദേഹം എഴുതിയൊരു പാട്ടാണ്, മാനത്തു പിറന്നു പുതിയൊരു താരം രാജാക്കളതു കണ്ടു ദൈവത്തിൻ തനേൻ എന്ന് പറഞ്ഞ ഈ പാട്ട് നല്ല പാരഡിയായിട്ട് എഴുതി. ഇത് നമ്മൾ വീടുകളിൽ ചെന്ന് പാടുമ്പോഴത്തേക്കും ഈ പാട്ട് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അന്ന് അങ്ങാടി ഒക്കെ ഹിറ്റായി നിൽക്കുന്ന സമയമാണ്. ഞങ്ങളൊക്കെ വളരെ ചെറുപ്പം 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എഴുതിയതാണ്. ഈ പാട്ടിങ്ങനെ പാടുമ്പോൾ വയസ്സായവരൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി, ഇത് എവിടെയോ കേട്ടിട്ടുണ്ടോ. അവർ ആദ്യം പിടികിട്ടത്തില്ല. കുറച്ച് കഴിഞ്ഞ് ഈ പാട്ടെല്ലാം കഴിഞ്ഞ് വി വിഷ് യു മെറി ക്രിസ്മസ് എന്ന് പാടുമ്പോഴാണ് അയ്യോ ഇത് അങ്ങാടിയിലെ പാട്ടിൻ്റെ ട്യൂണാണല്ലോ എന്ന് വീട്ടുകാർക്ക് പോലും ചിലർ ശ്രദ്ധിക്കത്ത് പോലുമില്ല. പക്ഷെ എന്നാലും നല്ല ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അത് അങ്ങാടിയിൽ ഈ പാട്ടുകളെല്ലാം വളരെ ഹിറ്റായി. ഇപ്പോൾ ഒരു ക്രിസ്മസ് സീസൺ നമ്മൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ പാട്ടുകളെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നു. എന്നാലും പഴയ ക്രിസ്മസിൻ്റെ ആ ത്രില്ലും കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വളരെ രസമാണ്. പലപ്പോഴും നമ്മൾ സ്വന്തമായി സ്റ്റാർ ഉണ്ടാക്കി കടലാസ് കൊണ്ടൊക്കെ സ്റ്റാറുകൾ പള്ളിയിലുണ്ടാക്കി രാത്രിയിൽ വീടാന്തരം പോയിട്ട് നമ്മൾ പള്ളിയിൽ തന്നെ വന്ന് നാലാഞ്ചിറ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ചാണ്. അന്നത് ചെറിയൊരു പള്ളിയാണ്. അതിനകത്ത് രാത്രി വന്ന് കിടന്നുറങ്ങി പാതിരാവോളം പാട്ടുപാടി തിരിച്ചു വന്നു. ഇപ്പോഴൊക്കെ നമ്മുടെ കരോൾ ഗാനങ്ങൾ 10 മണിക്ക് പാട്ടുകൾ നിർത്തുമ്പോൾ ഞങ്ങളൊക്കെ അന്ന് രാവോളം വെളുക്കോളം ഒരു പെട്രോൾ മാക്സ് മുമ്പിൽ പോകും. അതിൻ്റെ പുറകിൽ ഞങ്ങൾ ഇങ്ങനെ സ്റ്റാറൊക്കെ കത്തി പിടിച്ച് ഒരുപാട് ആൾക്കാർ 10, 40, 50, 60 ആൾക്കാർ ചേർന്നാണ് നമ്മളന്ന് പോയിക്കൊണ്ടിരുന്നത്. ചിലപ്പോൾ കടലാസ് സ്റ്റാറാണ്, അത് കത്തിപ്പിടിക്കും. ഇതെല്ലാം ഒരു ക്രിസ്മസിൻ്റെ രംഗം വരുമ്പോൾ ഓർക്കുന്നതാണ്. മഞ്ഞ് നിറഞ്ഞ ആ പ്രഭാതത്തിലൂടെ നമ്മൾ പോകും. അവസാനം ക്രിസ്മസൊക്കെ 10 ദിവസം പാടിക്കഴിയുമ്പോൾ നമുക്ക് പനി പിടിക്കും. ഇതൊക്കെ ഒരു കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ രാത്രിയിൽ വന്ന് പള്ളിയിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ട് ഓരോരോ കഥകൾ പറഞ്ഞുകൊണ്ട് പള്ളിക്കകത്ത് തന്നെ കിടന്നുറങ്ങുന്നത്. അതൊരു മാർണിവാൻസൺ കോളേജ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിൻ്റെയൊക്കെ ക്യാമ്പസിലുള്ള ഒരു പള്ളിയാണ് നമ്മുടെ സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് നാലാഞ്ചിറ എന്ന് പറയും. ഇതിൻ്റെ ഒരു ഓർമ്മകളിലൂടെയൊക്കെ ഇങ്ങ് പോയി. അപ്പോൾ ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് മാത്രം ഇതൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഇങ്ങനെയുള്ള ഓർമ്മകൾ നമ്മൾ ഓണമാണെങ്കിലും ഓരോ വട്ടവും ഓണക്കളിയുടെ താളം ഞങ്ങൾ ലൈൻഗീടെന്ന് പറഞ്ഞാൽ ഓരോ ക്രിസ്മസും നമ്മുടെ താളങ്ങൾ അയക്കാതെ മുറുക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് പ്രായമായൊക്കെ വരുന്തോറും ഓരോരുത്തരുടെയും താളങ്ങൾ അയഞ്ഞു പോകുന്നതാണ് ONV കുറിപ്പ് പാടിയത്. ഓരോ ഉത്സവ സീസണും നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഭാരതം ഒരു സെലിബ്രേഷനുകളുടെ നാടാണ്. ഒരുപാട് സെലിബ്രേഷൻ, ഓരോ 365 ദിവസവും സെലിബ്രേഷനുള്ള ഭാരതം. നമ്മൾ ഇതെല്ലാം ഒരു ചിട്ടവട്ടങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞ് ലോകവ്യാപകമായിട്ട് ആഘോഷിക്കുന്ന ഒരു ക്രിസ്മസാണ്. ക്രിസ്മസ് സീസണിൻ്റെയൊക്കെ തുടികൊട്ടൽ തുടങ്ങിക്കഴിഞ്ഞു. നവംബർ മാസം ആകുമ്പോൾ തന്നെ നമ്മളതിൻ്റെ പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യും. കരോൾസ് ഗാനങ്ങളിൽ പണ്ടത്തെ പോലെ ഇതൊക്കെ ഇപ്പോൾ കരോൾ ഗാനങ്ങൾ പ്രാക്ടീസ്